ഹായ് ഫ്രണ്ട്സ്, ജാക്സിന ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം. അപ്പം ഇന്ന് വേറൊരു കാര്യം പറയാനാണ് വന്നത്. നമ്മൾ ഈ മാസം ജോഡിയിടാന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ ഈ മാസം ജോഡിയിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മഴ നമുക്ക് ചെറിയൊരു ഇടങ്ങാറായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഓണ ടൈമാണ്. കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജോഡിയിട്ട് എൻ്റെ പിറകിൽ നിന്നാൽ ശരിയാവത്തില്ല. ഒന്നേ ദിവസം മഴ, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിൽ, ഒരു ദിവസം മഴ, അങ്ങനെ മാറിയും തിരിഞ്ഞ് വരെയാണ്. ഇപ്പോൾ ക്ലൈമറ്റ് മാറി വരുമ്പോൾ ഈ പ്രാവുകൾക്ക് ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളും, പിന്നെ ഈ കണ്ണസും വലുതായിട്ടില്ല. 2-3 പ്രാവിന് വന്നു, പക്ഷേ ഞാൻ മരുന്ന് കഴിച്ച് മാറ്റി. അപ്പോൾ എൻ്റെ കൂടെ ജോഡി ഇട്ടാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ഇതിലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പ്രാവുകളൊക്കെ നമ്മളിപ്പം തുറന്നു വിട്ട് കുളിപ്പിക്കാനൊക്കെ വിട്ട് ഫീമെയിൽസിന് സെപ്പറേറ്റ് തുറന്നു വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചെന്നൈ ജോഡിയുടെ കുഞ്ഞ് വിരിഞ്ഞ് 2 കുഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെയൊക്കെ ചെറിയൊരു വിശേഷമായിട്ട് ഇരിക്കുന്നു. അപ്പം നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ പ്രാവുകളൊക്കെ കാണിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് ഫീമെയിൽ പ്രാവുകളെല്ലാം നമ്മളത് തുറന്നു വിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ചെയ്ത പോലെ തന്നെയാണ്. തുറന്നു വിട്ട് അവരതെല്ലാം കുളിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ ക്ലൈമറ്റ് കണ്ട കൂടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ് മഴ. അപ്പം നമ്മൾ ജോഡി ഇടാന്നൊക്കെ പറഞ്ഞിരുന്ന് മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് പണിയായി നിൽക്കുന്നത്. പിന്നെ ഓണ ടൈമാണ്, നമ്മൾ കൂടൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ ഫീമെയിൽ പ്രാവുകളാണ്, ഇതെല്ലാം ഫീമെയിലിന് തുറന്നു വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ഈ പ്രാവശ്യം മറ്റേ വാലുകളുള്ള കൊണ്ട് അവരൊക്കെ കുഞ്ഞുങ്ങളും മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രാവുകൾ തുറന്ന് വിടാറുണ്ട് ഇനി. കുറച്ച് കഴിഞ്ഞിട്ട് ഇവരൊക്കെ ആയിട്ടിട്ട് മെയിലിനെ തുറന്നു വിടണം. അപ്പം നമ്മുടെ ഈ കൂട്ടി കിടക്കണത് നമ്മുടെ വലിയ ആണ്, വെള്ളക്കലങ്ക, വലിയ മെയില്. ഓക്കെ. പിന്നെ നമ്മുടെ സബ്ജ ആണ്. ചെറുക്കൻ നല്ല ആക്റ്റീവാണ്. ഒരു തന്നെ ഉള്ളൂ. പിന്നെ ഇതിൽ നമ്മുടെ ചെന്നൈ ഫീമെയിൽ നമ്മൾ തുറന്നു വിട്ടിരിക്കുകയാണ്. കുഞ്ഞിതാ 2 കുഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഫീമെയിൽ നമ്മൾ തുറന്നു വിട്ടിരിക്കുകയാണ്. പിന്നെ ഈ കൂട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ മാറ്റി, 2 കൂട്ടിലുള്ള കുഞ്ഞുങ്ങളെ മാറ്റി. പിന്നെ നമ്മൾ റാവൽ മെയിൽ. പിന്നെ ഇത് നമ്മളൊന്ന് വെട്ടിയിട്ട പ്രാവുകളാണ്. ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. തെളിങ്ങി നമ്മളെ ചാമ്പക്കുണ്ട, നമ്മളെ സബ്ജ ജോഡിയുടെ കുഞ്ഞാണ് കേട്ടോ. ഫസ്റ്റ് ക്ലച്ചിലെ കുഞ്ഞാണ്. ചാമ്പയിൽ കലങ്ക അല്ല, കൊണ്ടയിൽ, കാശ്മീരി ചാമ്പയിൽ കൊണ്ടയിൽ. ചെറുക്കൻ സെറ്റായിട്ടുണ്ട്. പിന്നെ ജാക്ഷായിലി, ഗുല്ലി, ഇറക്കമുള്ള കലങ്ങൊക്കെ ഉണ്ട്. നമ്മളെ മുക്കുപുറ്റി ചാമ്പയുടെ നമ്മുടെ കുറച്ച് പ്രാവ് കൊടുത്തപ്പോഴാണ് ആ മെയിലും കൊടുത്ത്. നമ്മൾ അനിയനിൽ തന്നെയാണ് കൊടുത്തത്, കിടപ്പുണ്ട്, നമുക്ക് എപ്പോൾ വേണം തിരിച്ചെടുക്കാം. പിന്നെ നമ്മൾ ജാക്ഷായിലി, ഇതെല്ലാം മെയിലാണ് കേട്ടോ. ഇതെല്ലാം മെയിൽ പ്രാവാണ്. ഇത് നമ്മളെ ചാമ്പയുടെ വഴി ലൈനേജ് ഉണ്ട്. 2ത്തെ സ്റ്റെപ്പ് പ്രാവാണ്. നമ്മളൊരു സബ്ജയിൽ കൊണ്ട, കാല് ഏതായെന്ന് പറയില്ലേ, സബ്ജയിൽ കൊണ്ട. പിന്നെ അതിൻ്റെ ഇളയത് ചാമ്പ. അതിനിറങ്ങണ കുഞ്ഞെല്ലാം ചാമ്പയിലും സബ്ജയിലും ഒക്കെയാണ് ഇറങ്ങണത്. എന്ത് ലൈനേജ് ചാമ്പ വഴിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പേരൻ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതാണ് ഒരു മെയിൽ. എൻ്റെ മെയിൽ ഇതാണ്, ആ ചാമ്പയുടെ കൊണ്ടയുടെ. അച്ചപ്രാവ് ഇതാണ്. അമ്മപ്രാവ് നമ്മുടെ ഒറ്റക്കണ്ണി സബ്ജ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒറ്റക്കണ്ണി സബ്ജയാണ് അതിൻ്റെ അതാ നിൽക്കുന്നത്. നമ്മുടെ ഒറ്റക്കണ്ണി സബ്ജ ഇവരെ ജോഡി. ഈ ഫീമെയിലിൻ്റെയും ആ മൂക്കുപുറ്റി മെയിലിൻ്റെയും കുഞ്ഞാണ് കൊണ്ട. ഓക്കെ, ആണ് മസ്തലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതും നമ്മളന്ന് വെട്ടി വെച്ച പ്രാവുകളാണ്. ഏകദേശം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ചാക്കറക്കൊള്ളയിലും ജാക്കിപ്പുള്ളിയിലും ചാമ്പ. മറ്റേ ചാമ്പ തോന്നിക്കുന്ന ചാമ്പ വന്നിട്ട് നമ്മുടെ തിരുച്ചി ജോഡിയുടെ കുഞ്ഞാണ് കേട്ടോ. ചാമ്പ മെയിൽ, സബ്ജ ഫീമെയിലിൻ്റെയും. നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പ് സീസണിൽ, ഫസ്റ്റ് സീസണിൽ ജോഡി ഇട്ടപ്പോൾ അതിനിറങ്ങിയ കുഞ്ഞാണ്. ഓക്കെ, എൻ്റെ മൂത്ത കുഞ്ഞ് നമ്മളൊരു കൂട്ടുകാരന് കൊടുത്തു. പക്ഷേ ആ കുഞ്ഞ് ചത്തുപോയി, പട്ടി പിടിച്ചെന്നാണ് പറഞ്ഞത്.
അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുക്കണം. ഇപ്പം മഴയും കാര്യങ്ങളും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ചെറിയ പണിയായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരേക്ക് ഇനി അടുത്ത് തുറന്നു വരണം. അടുത്ത ഈ ഫീമെയിലിനെയൊക്കെ കയറ്റിയിട്ട് വേണം നമുക്ക് ഈ മെയിലിനെയൊക്കെ ഒന്ന് തുറന്നു വിടാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ മഴയുടെ ചെറിയൊരു പ്രോബ്ലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. കൂടെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്, ഈ കൂട് എല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ മഴ ഇങ്ങനെ നിൽക്കണമുണ്ട്, ചെറിയൊരു പണിയായിട്ട് നിൽക്കുകയാണ്. നമ്മളെ മെയിൽ പ്രാവുകൾ ഇങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. കുറച്ച് പ്രാവുകൾ പുതിയതൊക്കെ ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാം. കുറച്ച് ഷായിലും ജാക്ക് തലയുള്ള വെള്ള കുറച്ച് കൊണ്ടയിലൊക്കെ പുതിയ പ്രാവുകൾ കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ എടുത്ത പ്രാവുകളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യാം. ജോഡി ഇടുമ്പോഴൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതാ നമ്മുടെ ഫീമെയിൽ പ്രാവിനെല്ലാം കയറ്റി മഴയ്ക്കുള്ള കോൾ ഇതാ കിടപ്പുണ്ട്. പറഞ്ഞാൽ ഇപ്പോൾ ഈ പിന്നെ മെയിലിനെ പെട്ടെന്ന് തന്നെ തിരിച്ച് കൂട്ടി കയറ്റണം. നമ്മളൊന്ന് പ്രാവിനെയൊന്നും പറത്തിയില്ല. നമ്മളെ പോയെന്നിറങ്ങിയ കുഞ്ഞ് വന്നില്ല കേട്ടോ. അപ്പം മറ്റേനെ വെയിലടിക്കാനാണ് ചാൻസ്. കുഴപ്പമില്ല, പോയത് പോയി. അപ്പം നമ്മളതാ മെയിൽ പ്രാവുകളെല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, ഫീമെയിലിനെല്ലാം നമ്മൾ കൂട്ടി കയറ്റി. ഇനി അവർക്കിനി വെള്ളം വെച്ച് കൊടുക്കണം. ഓക്കെ, ഇതിൽ പുതിയ പ്രാവുണ്ട്, പഴയ പ്രാവുകളുണ്ട്. നമ്മൾ ചെന്നൈ തിരുച്ചിയിൽ നിന്നൊക്കെ പ്രാവുകൾ ലൈനേജ് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഒരു സുഹൃത്തിൻ്റെ നിന്നൊക്കെ എടുത്ത്, അമ്പലംകുളം അനീഷൻ്റെ എടുത്ത്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രാവുകൾ ഇപ്പോൾ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഈ മഴയുടെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജോഡി ഇടാൻ പറ്റാത്തത്. ഓക്കെ, ചെറിയൊരവസ്ഥയിലാണ്. കൊണ്ടയിലുണ്ട്, ജാക്കോഴിയുണ്ട്, അങ്ങനെ കുറച്ച് നല്ല നല്ല ലൈനേജ് പ്രാവുകളായിട്ടുണ്ട്. ഫീമെയിൽസ് ഉണ്ട്, മെയിൽസും ഉണ്ട്. ഇനിയിപ്പോൾ ഇവരൊക്കെ ജോഡി ഇടണം. എന്തായാലും മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു ഡാർക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മെയിൽ പ്രാവുകളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. വീണ്ടും പണിയാണല്ലോ, കുട്ടി കയറാം. കുറച്ച് നേരം വെളിയിന്നില്ലേ, എന്നിട്ടൊക്കെ കയറാം. ഇവനൊക്കെ ജോലി കയറണം. ഇവരെയൊക്കെ തയ്ച്ച വലിയ കറുപ്പിനൊക്കെ ജോലി കയറണം. ഇവർ ധാരാണ് ചാക്ക് മിക്ക പ്രാവിനെ എല്ലാത്തിനും ഈ പ്രശ്നം ജോഡി കയറണം. ഈ മഴയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഇതൊക്കെ കൊറോണയൊക്കെ പുതിയ പ്രാവാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കാണിക്കുമോ. നിൽക്കുന്നത് ഒരു പുതിയ പ്രാവാണ്, കൊണ്ടാണ് കേട്ടോ. അത് അങ്ങനെ കൊത്തുകൂടി പോയതാണ്. പച്ചക്കണ്ണാണ്, ചാക്ക തലയുള്ള ചെന്നൈ പ്രാവാണ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പം എല്ലാ പ്രാവിനെയും ഡീറ്റെയിൽ ആയിട്ട് കാണാം. കിടിലം മഴ വരെയാണ് മഴ. ഈ കൊറോണ നമ്മളെ ജാക്കിൻ്റെ കുഞ്ഞാണ് കേട്ടോ. ഫസ്റ്റ് കളച്ചില്ല മെയിലാണ്. അതിൻ്റെ ഇളയതാണ് നമ്മൾ പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നത്. നല്ല മെമ്മറി ഉണ്ട് പ്രാവിന് ഇതിൻ്റെ. കാരണം നമ്മൾ ഹവായിക്കുള്ളിൽ ഇട്ടിട്ടില്ല. ഈ കുട്ടി കിടന്ന പ്രാവാണ് താഴെ കിടന്ന്. ഇതിൽ കിടന്നാണ് നമ്മുടെ കുഞ്ഞ് ചെറുവായിരുന്നു. ഞാൻ കണ്ടില്ല, എണീറ്റ് പോയെന്നാണ് വിചാരിച്ചത്. പിന്നെ 3ൻ്റെ അന്നേപ്പോഴും കറക്റ്റതായി ഷീറ്റിൻ്റെ മണ്ടേ വന്നിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ പുതിയ പ്രാവളാണ് കേട്ടോ. ചെയ്യും ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഒരെണ്ണം ചെയ്യും. ഇങ്ങനെ മേൽപ്രാവുകളൊക്കെ ഇതാ ഇങ്ങനെ നിപ്പുണ്ട്. കുറേ ഇവിടെ പോണുണ്ട്. എൻ്റെ കൂടെ ഇതല്ല കൂട്ടിക്കറ്റ. അപ്പോൾ ഇതൊക്കെയാണ് വിഷയം. നമ്മൾ പറത്തേണ്ട പ്രാവ്. ഫീമെയിലിനെ നമ്മൾ ആർത്തി കയറ്റി പറത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാവരെയും ജോഡി ഇടണം. കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്, നടന്നാൽ മതി. മഴയുടെ കണ്ട. അപ്പോൾ എല്ലായിടത്തും ഇതാണ് പ്രശ്നം, മഴ. കണ്ണ് വെട്ടി അപ്പം കയറിക്കണം. രാവലി മാറ്റണം. ഇവരൊക്കെ ഇനി മാറ്റണം. ഇവർ മുട്ട മാറ്റി വയ്ക്കുക. ഇവർ കണക്ക് മുട്ട മാറ്റി വയ്ക്കുക ഉള്ളത്. രാവിലെ സെറ്റ് ഇവർ മാത്രമേ ഉള്ളൂ. പിന്നെ വെട്ട് കാണിക്കണത് ഇവരെല്ലാം നമ്മൾ വെട്ടൊക്കെ കാണിക്കണം. ഓക്കെ, അപ്പം ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്നൊക്കെ പറയണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്ന് പറയണത്. മഴയുടെ കാര്യം കൊണ്ടാണ് ജോഡി ഇടാൻ കുറച്ച് ലാഗാവണത്. നമുക്ക് നോക്കാം. മഴ ഒന്ന് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ മാസം തന്നെ ജോഡി, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത മാസത്തേക്ക് ജോഡി ഇടാൻ മാറ്റും.
കാരണം ഈ ക്ലൈമറ്റ് ശരിയാവില്ല, മഴയും ചിലപ്പം മുട്ടയിട്ടാലും മുട്ടയ്ക്ക് അടയിരിക്കില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിപ്പോൾ പ്രാവുകളൊക്കെ ഇപ്പോൾ നല്ല വിരയൊക്കെ ഇളക്കി ഹെൽത്തിയാക്കി ഫിറ്റായിട്ട് നിർത്തിയിട്ടുണ്ട്. എല്ലാ പ്രാവുകളും നല്ല മസ്തിലാണ്. പിന്നെ കുറച്ച് പ്രാവുകളെടുത്ത് കൊണ്ട മീൻസ് കുടുംബി എന്നൊക്കെ പറയും, അങ്ങനത്തെ ഐറ്റം കുറച്ച് പ്രാവുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ തന്നെ ഏകദേശം 3-4 പ്രാവുകളുണ്ട് കൊണ്ടേ തന്നെ. അതിനെയൊക്കെ ജോഡി ഇടണം. ഇപ്പോൾ ഡീറ്റെയിൽ പുതിയൊരു വീഡിയോ വരും. ജോഡി ഇടാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പ്രാവിനെയും വെച്ച് പുതിയ എടുത്ത പ്രാവിനെയൊക്കെ വെച്ചൊരു നല്ലൊരു വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്, നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ